പ്രീസലോട് ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും ആശ്വാസവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത നിങ്ങളുടെ മുറിവിനെ കെട്ടുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ജീവിത മേഖലയിൽ മുറിവുകളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ പുറമേയുള്ള മുറിവുകൾ നമുക്ക് വൈദ്യസഹായം കൊണ്ട് അതിനെ സൗഖ്യമാക്കാൻ കഴിയും. പുറമേ അനുഭവിക്കുന്ന മുറിവുകൾക്കൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ അകമേ ഉണ്ടാകുന്ന മുറിവ് എന്ന് പറയുന്നത് വാക്കുകളിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയും മറ്റുള്ളവരുടെ സംസർഗങ്ങളിൽ കൂടിയും നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ചില മുറിവുകളെ കെട്ടുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയാതെ അകത്തളത്തിൽ, ഹൃദയത്തിന്റെ അകത്തളത്തിൽ മുറിവിന്റെ ആഴം വർദ്ധിച്ച് ദിനം പ്രതി ആ മുറിവ് കരിയാത്ത വേദന എങ്ങനെയാണോ അതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ വേദനപ്പെട്ട് ജീവിതത്തിൽ ഭാരമനുഭവിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ മുറിവിനെ കെട്ടാൻ മനുഷ്യർക്കാർക്കും കഴിയത്തില്ല എങ്കിലും സർവശക്തനായ ദൈവം നിന്റെ മുറിവിനെ കെട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പുറമേയുള്ള മുറിവ് ഒരുപക്ഷെ മനുഷ്യർക്ക് കെട്ടുവാൻ കഴിയും, വൈദ്യന്മാർക്ക് കെട്ടുവാൻ കഴിയും, മരുന്ന് വെച്ച് അതിന് സൗഖ്യം ലഭിപ്പിക്കുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ചില മുറിവുകളുണ്ട്. അത് വാക്കുകൾ കൊണ്ടാകാം, പ്രവൃത്തികൾ കൊണ്ടാകാം, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും ആകാം അകത്തളത്തിൽ ചില മുറിവുകൾ വ്യാപരിക്കുന്നത്. അതിനെ ആർക്കും കെട്ടി സൗഖ്യമാക്കാൻ കഴിയത്തില്ല. അത് വൈദ്യന്മാർക്ക് കെട്ടി സൗഖ്യമാക്കാൻ കഴിയത്തില്ല, മനുഷ്യർക്ക് അതിനെ കെട്ടി സൗഖ്യമാക്കാൻ കഴിയത്തില്ല. മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ നിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന മുറിവിനെ കെട്ടി സൗഖ്യമാക്കാൻ കഴിയത്തില്ല. എന്നാൽ തിരുവചനം അതിനാധാരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 147 സങ്കീർത്തനം അതിന്റെ 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും. അപ്പം മുറിവെന്ന് പറയുമ്പോൾ മനസ്സിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന മുറിവുകളെയാണ് ദൈവാത്മാവ് സൗഖ്യമാക്കുവാനിടയായിത്തീരുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് മുറിവുകളുടെ അനുഭവത്തോടു കൂടിയായിരിക്കാം നീ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലവിധമാകുന്ന മുറിവുകൾ എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായിട്ടായിരിക്കാം, രോഗത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം, മറ്റു വിവിധ മേഖലകളിലായിരിക്കാം, സ്നേഹിക്കുന്നവരിൽ കൂടിയായിരിക്കാം, കുടുംബക്കാരിൽ കൂടിയായിരിക്കാം, കുടുംബ ബന്ധങ്ങളിൽ കൂടിയായിരിക്കാം. മുറിവുകൾ ആഴത്തിൽ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. മനസ്സിന്റെ തകർച്ചയെ ദൈവാത്മാവ് മാറ്റി സൗഖ്യം നൽകി തരുവാൻ, വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവരുടെ മുറിവുകളെ ദൈവാത്മാവ് കെട്ടുകയും ചെയ്യുന്നു. അകത്തളത്തിൽ വ്യാപരിക്കുന്ന മുറിവുകളെ കെട്ടാൻ കഴിവുള്ളവൻ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, സർവശക്തനായ ദൈവം ഒരുവൻ മാത്രമാണ്. മനുഷ്യർക്കാർക്കും നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന മുറിവിനെ കെട്ടി സൗഖ്യപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവിനെ കെട്ടി സൗഖ്യപ്പെടുത്തുവാനിടയായിത്തീരും. ഉദാഹരണം പറയാം, പുറമേ വ്യാപരിക്കുന്ന മുറിവുകൾ നാം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യന്മാരെ ആശ്രയിച്ച് മുറിവ് കെട്ടി സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പോലെ വൈദ്യനെ ആശ്രയിച്ചില്ലെങ്കിലും, മുറിവ് വൃത്തിയാക്കിയില്ലെങ്കിലും, അതിനകത്ത് മരുന്ന് വെച്ച് കെട്ടിയില്ലെങ്കിലും ആ മുറിവ് പഴുത്ത് വ്രണമായി മാറാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് പുറമേയുള്ള മുറിവുകൾ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ അതിന് വേണ്ട പ്രൊട്ടക്റ്റിംഗ് നാം ചെയ്യുവാനിടയായി തീരുന്നത്. എന്നു പറഞ്ഞതുപോലെ ദൈവാത്മാവിൽ വചനം വിളിച്ചു പറയുന്ന നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തില് മുറിവിനെ മാറ്റണമെങ്കിൽ അത് വൈദ്യന് കഴിയത്തില്ല, ആമേൻ, പുരോഹിതന്മാർക്ക് കഴിയത്തില്ല, ഉപദേശിമാർക്ക് കഴിയത്തില്ല. പിന്നെ ആർക്ക് കഴിയും എന്ന് ചോദിച്ചാൽ അത് സർവശക്തനായ ദൈവത്തിനു മാത്രമേ നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലെ മുറിവിനെ കെട്ടി സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തെ, ആ മുറിവിന്റെ വേദനയോടിരിക്കുന്ന നീ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ മുറിവിന് ഒരു സൗഖ്യം ദൈവാത്മാവ് അവിടെ ആയിരിക്കും. യിരെമ്യാ പ്രവാചകൻ 37:17 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്ക് ആരോഗ്യവും വരുത്തും, നിന്റെ മുറിവുകളെ ഞാൻ സൗഖ്യമാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മുറിവുകളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നിനക്ക് ആരോഗ്യം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. പലപ്പോഴും ബലഹീനയെന്നും ക്ഷീണിച്ചു പോയി എന്നും ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവാത്മാവ് ആരോഗ്യം പകർന്ന് മുറിവുകളെ കെട്ടി സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഇന്ന് രാത്രികാലം തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഹൃദയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന മുറിവുകളുമായി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഒരു ലോകവൈദ്യനെ ആശ്രയിക്കുന്നത് പോലെ സ്വർഗീയ വൈദ്യനെ ഒന്ന് ആശ്രയിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹൃദയത്തിൽ വ്യാപരിക്കുന്ന മുറിവുകളുടെ ആഴം എത്രയാണെങ്കിലും ദൈവാത്മാവ് അതിനെ സൗഖ്യപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രിക്കാലം സൗഖ്യപ്പെടുത്തുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ.